നമ്മുടെ യാത്രയുടെ ഒരു രസം മനസ്സിലാവും. സംഭവം എന്തായാലും ഹെവി ഹെവി ഹെവി. ഇത് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം ഈ ഒരു ബോട്ടിൻ്റെ ആട്ടത്തെ പറ്റി ഐഡിയ കിട്ടും. കേട്ടോ, ഇതാണ് കടൽ. കണ്ടോ, കടലിൻ്റെ വെള്ളം കയറുന്ന കയറ്റം കണ്ടോ, പോകുന്ന പോക്ക് കണ്ടോ, കയറുന്ന കയറ്റം കണ്ടോ. ബംഗാരം വരെ നമ്മൾ പോകുന്ന സമയം സത്യം പറയാൻ അറിയത്തില്ല കേട്ടോ. നമ്മൾ കടലിൽ കൂടെയാണ് പോകുന്നത്, ഓർക്കണം. കണ്ടോ, വെള്ളം അടിച്ച് കയറി. അടിപൊളി, അത്യാവശ്യം എൻജോയ് ചെയ്ത് പോകാൻ പറ്റിയൊരു സംഭവമാണ് ഈ ബംഗാരം ട്രിപ്പ്. അകത്ത് ഇതൊരിക്കലും മിസ്സാക്കിയിട്ടുണ്ട്. ഇത് ഒരു ഡേ ട്രിപ്പായിട്ടെങ്കിലും പോയിട്ട് വരേണ്ട ഒരു സംഭവമാണ്. സ്റ്റേ എപ്പോഴും അവിടെ കിട്ടാൻ സാധ്യതയില്ല, കാരണം അവിടെ സ്പോർട്സിൻ്റെ ഹോട്ടലിലുള്ള സ്റ്റേ ആണ് എപ്പോഴും വരുന്നത്. അല്ലാതെ സ്റ്റേ അങ്ങനെ കിട്ടാറില്ല. പിന്നെ ഇക്കടെ ബന്ധുക്കളൊക്കെ അവിടെ ഉള്ളതുകൊണ്ട് നമ്മുടെ സ്റ്റേ കിട്ടുന്നതാണ്. കടൽ ഏകദേശം നമ്മുടെ ഒരു ബോട്ടിൻ്റെ വലുപ്പത്തിൽ കയറി വരുന്നുണ്ട്, ബോട്ടിൻ്റെ പൊക്കത്തിൽ കയറി വരുന്നുണ്ട്. മുനീർ, താങ്കളുടെ യാത്രയെ പറ്റി രണ്ട് വരി അഭിപ്രായം പറയും മുനീർ. ചാകാൻ പോകുന്നതിനടുത്ത് വന്ന് എന്താ ഇഷ്ടമെന്ന് ചോദിച്ചെന്നുള്ള പറയാം അവൻ്റെ മോഭാഗം. അവിടെ കാണുന്നതാണ് ബംഗാരം. പക്ഷേ ഈ ക്യാമറയ്ക്കകത്ത് അത്രയും കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല. ബോട്ടൊക്കെ അങ്ങ് നല്ല ആടി ഒരഞ്ഞ് പോകുന്നുണ്ട്. തൽക്കാലം ഞാനാണ് ഇപ്പോഴത്തെ ചൂണ്ടക്കാരൻ. അവിടെ കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല. അങ്ങ് അവിടെ കാണുന്നതാണ് നമ്മുടെ ബംഗാരം. അങ്ങ് അവിടെ കാണുന്നതാണ് നമ്മുടെ അഗത്തി. അപ്പോൾ അവിടെ നിന്ന് നമുക്കിങ്ങനെ ഡയറക്റ്റ് ഇങ്ങോട്ട് ഓടിച്ച് കയറാൻ പറ്റത്തില്ല, കാരണം ഈ കടലിൻ്റെ തിരയുടെ പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമ്മളിങ്ങനെ വളഞ്ഞ് പോയിട്ടാണ് നമ്മളവിടെ പോയി കയറുന്നത്. പക്ഷേ അത്യാവശ്യം ഒന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു യാത്രയാണ്. ഞാൻ ശരിക്കും എൻജോയ് ചെയ്യുന്നുണ്ട്. കടലിൽ കൂടെ യാത്ര ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികൾക്ക് ഏറ്റവും നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു ട്രിപ്പാണ് ഈ പറയുന്ന അഗത്തി ബംഗാരം ട്രിപ്പ്. കടലിൻ്റെ ഒരു രൗദ്രത നമുക്ക് പറയാൻ പറ്റത്തില്ലെങ്കിലും അത്യാവശ്യം ഒന്ന് ഫീൽ ചെയ്യും. അതിലേ കൂടെ പോകുന്ന പോക്കും കാര്യങ്ങളുമൊക്കെ. എന്താണ് കടലല്ലേ, കടലിൽ കൂടെ യാത്ര ചെയ്യുമ്പോൾ എന്തെങ്ങനെയാണ് ഒരു അനുഭവം ഉള്ളതെന്നുള്ളത് നമുക്ക് മനസ്സിലാവും. കാരണം ഷിപ്പിൽ പോയി കഴിഞ്ഞാൽ അങ്ങനെ അറിയാൻ പറ്റത്തില്ലല്ലോ. പക്ഷേ രസമാണ് ഇങ്ങനെ പൊങ്ങിയും താന്നുമുള്ള പോക്ക്. ശരിക്കും പറഞ്ഞ ഒരു അത്യാവശ്യം എൻജോയ് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ച് ശരിക്കും ഒരു രസമുള്ള ഒരു സംഭവമാണ്. ഇതാണ് ബംഗാരം. നമ്മളിത് അവിടെ നിന്നാണ് വന്നത്. ഇവിടെ വന്നപ്പം കടലിൻ്റെ നിറമൊക്കെ പതിയെ മാറി പച്ച നിറം ആകാൻ തുടങ്ങി. ഇതാണ് നമ്മുടെ ബോട്ടിൻ്റെ ബാക്ക് സൈഡ്. അവിടേക്ക് നമ്മുടെ ചേട്ടൻ തുടങ്ങുന്നുണ്ട്, മീനൊക്കെ പിടിക്കാൻ തുടങ്ങുന്നുണ്ട്. മുനീർ, നിന്നെ കളയാൻ കൊണ്ടുപോകണം. അപ്പോൾ നമ്മൾ ഈ ഒരു ബോട്ടിൻ്റെ ഫ്രണ്ടിലാണ് വന്നിരിക്കുന്നത്. അതാണ് നമുക്ക് ചെന്ന് ഇന്ന് നമ്മൾ താമസിക്കാൻ പോകുന്ന ബംഗാരം. അങ്ങോട്ട് ബോട്ട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് വരുമ്പോൾ അവിടെ ചെല്ലുമ്പോൾ പച്ചാറം പോലെ കാണാം. അതാണ് ഒരു ലഗൂണിലോട്ട് നമ്മൾ കയറും എന്ന് നമ്മൾ അറിയുന്ന അവിടെ ചെല്ലുമ്പോഴാണ്. അപ്പോൾ നമ്മുടെ കടലിൻ്റെ നിറമൊക്കെ മാറി കണ്ടോ, പച്ച നിറം ആയി. നേരത്തെ കണ്ട ഭീകരമായിട്ടുള്ള വേവ്സ് ഒന്നുമില്ല, മാറി ശാന്തമായിട്ടുള്ള വേവാണ്. നല്ല രസമാട്ടോ ഇങ്ങനെ കയറിയിരിക്കാൻ. ഇവിടെ സമയം ഏകദേശം 8 മണിയാവുന്നു. നമ്മൾ ഒരു 6:45 6:45 അവിടെ അകത്തിന്ന് വിട്ടത്. ഏകദേശം എനിക്ക് തോന്നുന്നു 8 ഒക്കെ ആകും എത്തുമെന്ന് തോന്നുന്നു.
കൊണ്ടുവിട്ടിട്ട് നമ്മൾ വന്ന ബോട്ട് ഇതാ പോവുകയാണ്. നമ്മൾ ബംഗാരത്തിൻ്റെ അകത്തൂടെയാണ് ഈ നടക്കുന്നത്. നമ്മുടെ ഈ അകത്തേക്കാളും കുറച്ചുകൂടെ ഒരു നല്ല വലിയൊരു വ്യൂ കിട്ടുന്നുണ്ട്. വെഡ്ഡിങ് ഫോട്ടോഗ്രാഫിക്ക് പറ്റിയ അടിപൊളി സ്ഥലമാണ് നമ്മുടെ ഈ ലക്ഷദ്വീപ് എന്ന് പറയുന്നത്. ഇക്ക ഒന്നും കൊണ്ടും പേടിക്കണ്ട. കുറച്ച് വിശന്ന് കഴിയുമ്പോൾ ഉണ്ടല്ലോ എന്നും കഴിച്ചോളൂ. ഇങ്ങനെ എല്ലാ മീനും കഴിക്കുമോ എന്നൊന്നും ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല. കുറച്ചു നേരം ഭക്ഷണം കൊടുക്കാതിരിക്കുക, അപ്പം കഴിച്ചോളൂ. നമ്മൾ ബംഗാരത്തിൽ കൂടെയാണ് ഈ നടക്കുന്നത്. സാധാരണ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഇക്കയുടെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിലാണ് നമ്മളിന്ന് സ്റ്റേ ചെയ്യാൻ പോകുന്നത്. ഫുൾ എവിടെ നോക്കിയാലും നമ്മൾ ഈ ലക്ഷദ്വീപ് വന്നു കഴിഞ്ഞാൽ ഈ തെങ്ങാണ് കാണുന്നത്. ഈ എന്താണ് നമ്മുടെ നാളികേരത്തിൻ്റെ നാടെന്നൊക്കെ പറയുന്ന കേരളത്തിനേക്കാളും കൂടുതൽ എനിക്ക് തോന്നുന്നത് ലക്ഷദ്വീപാണെന്ന് തോന്നുന്നു. കാരണം തെങ്ങില്ലാത്ത ഒരു 5 സ്റ്റെപ്പ് വെക്കുമ്പം 2 തെങ്ങെങ്കിലും കാണാത്ത സ്ഥലങ്ങളിവിടെ തീരെ കുറവാണ്. ബംഗാരം ഒരു ഡേ ട്രിപ്പ് വരേണ്ട ആവശ്യമുള്ളൂ. രാവിലെ വന്നിട്ട് ഈവനിങ് തിരിച്ച് പോകുന്നവർ. കാരണം ഈ അഗത്തി എന്ന് പറയുന്ന സ്ഥലത്ത് നമുക്ക് എല്ലാ സംഭവവും കിട്ടും. നമുക്ക് നാട്ടിൽ കിട്ടുന്ന രീതിയിലുള്ള എല്ലാ ഫുഡ് ഐറ്റങ്ങളും എന്ന് വെച്ചാൽ KFC അതുപോലെയുള്ള കാര്യങ്ങളുടെ കാര്യമല്ല, അല്ലാത്ത എല്ലാ സാധനങ്ങളും കിട്ടുന്നതാണ്. പക്ഷേ ഈ ബംഗാരത്തിൽ വന്നു കഴിഞ്ഞാൽ നമ്മളിപ്പം കുക്ക് ചെയ്യാനുള്ള സാധനം വരെ അവിടെ നിന്ന് മേടിച്ചുകൊണ്ട് വന്നത്. കാരണം ഇവിടുത്തെ സാധനങ്ങളുടെ അവൈലബിലിറ്റി ലിമിറ്റഡാണ്. നമ്മുടെ ബംഗാരത്തിലെ പള്ളിയാണത്. ഈ പള്ളി പണിത് പുറത്തുനിന്ന് വന്നൊരു വിദേശിയാണ് ഈ ഒരു പള്ളി പണിതേക്കുന്നത്. മൊബൈലിൻ്റെ ടവറുണ്ട് കേട്ടോ, ടവർ. പക്ഷെ ഇവിടെ ഞാൻ നോക്കിയിട്ട് എനിക്ക് BSNL കിട്ടുന്നില്ല. പക്ഷേ എയർടെൽ അത്യാവശ്യം നല്ല രീതിയിൽ നെറ്റ് കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ സ്റ്റേ ചെയ്യുന്ന സ്ഥലത്തോട്ട് ഇത് എത്തിയിരിക്കുകയാണ്. ഇതാണ് നമ്മൾ സ്റ്റേ ചെയ്യുന്ന സ്ഥലം. ഇന്നത്തെ പരിപാടികൾ ഒത്തിരി ഉണ്ട്. ഇനി പോയി മീൻ പിടിക്കണം. ആ മീൻ കിട്ടിക്കഴിഞ്ഞിട്ട് വേണം നമുക്ക് വല്ലതൊക്കെ ഉണ്ടാക്കി ഫുഡൊക്കെ കഴിക്കാൻ. അത്യാവശ്യം ഫുഡ് കഴിക്കാൻ വേണ്ടിയുള്ള മുട്ട അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ മേടിച്ചുകൊണ്ടാണ് വന്നത്. ബാക്കിയുള്ള സാധനങ്ങളൊക്കെ നമുക്ക് കടലിൽ നിന്ന് പോയി പിടിക്കണം.